ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു 5:30 ടൈമായി കാണും. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് കംപ്ലീറ്റ് വ്ളോഗ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് ഞങ്ങളുടെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്, ലാസ്റ്റ് സെലിബ്രേഷൻ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് നമ്മളൊരു എന്താ പറയുക, പിന്നെ നമ്മൾ ജോബിനൊക്കെ ശരിക്കും കയറി ഇൻവോൾവ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് തിരിഞ്ഞ് നോക്കാൻ കിട്ടുന്ന ഒരു ബെസ്റ്റ് മെമ്മറീസ്. സോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണം. നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റ് കൊടുക്കണം, ഫുഡ് കഴിക്കണം, കേക്ക് കട്ട് ചെയ്യണം, ഗെയിംസ് കളിക്കണം. അങ്ങനെ ഫുൾ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ്. ഞാൻ ഇതുവരെ ഇത്രയും ക്രിസ്മസിന് ഇതുവരെ ഞാനിങ്ങനെ ഇത്രയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തവണ എനിക്ക് എന്തോ സ്പെഷ്യലായിട്ട് തോന്നുന്നു. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം എന്ന്. പോയാലോ. അങ്ങനെ ഞാൻ ബസ്സിൽ പോവാണ് ഗൈസ്. എന്നത്തെ പോലെ ലേറ്റ്, കോളേജിൽ എപ്പോഴും ലേറ്റായിട്ട് എപ്പോൾ എത്തുന്നത്. ഇത് ഞങ്ങളെ സൽമാൻ സാറ് ആർക്കോ വേണ്ടി ഗിഫ്റ്റ് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും. സോ സാറ് ആർക്കാണ് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. ഇതൊക്കെ ഞങ്ങളുടെ കുട്ടി കുട്ടി ഡെക്കറേഷൻസ് ആൻഡ് ഇത് ഞങ്ങളുടെ പുൽക്കൂട്, ലിറ്റിൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. പിന്നെ ഇത് ഞങ്ങളുടെ ക്രിസ്മസ് തിരിച്ച് വെച്ചാൽ ട്രീന്ന് അറിയാൻ പറ്റും കേട്ടോ. ലൈറ്റ് വെച്ച് നമ്മൾ ക്രിസ്മസ് ട്രീന്ന് റെഡിയാക്കിയതാണ്. ഇനി ഇത് നമ്മുടെ ആക്ച്വൽ ക്രിസ്മസ് ട്രീ. കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു. ഇത് ഞാൻ ഇതിൽ ഫിറ്റ് ആവാൻ വേണ്ടി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടേക്കാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ, സോ ക്യൂട്ട്. ഞങ്ങൾ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് പോകുന്നു. ഞങ്ങളുടെ ഡീൻ, എക്സ് പ്രിൻസിപ്പൽ, പുള്ളിക്കാരനാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അതും നമ്മുടെ HOD സാറും മാമും ഒക്കെ. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ആക്ച്വലി. ഞങ്ങൾ വൈബ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ബഹളം വയ്ക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, ക്രിസ്മസ് ഗിഫ്റ്റ്. ആദ്യം ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയത് സൽമാൻ സാറിൻ്റെ ഗിഫ്റ്റാണ്. ബിക്കോസ് സാറിന് അന്ന് പള്ളി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം സാറിൻ്റെ ഗിഫ്റ്റാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. സത്യം പറഞ്ഞാൽ അതൊരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റായിരുന്നു. ഇറ്റ്സ് സോ സ്പെഷ്യൽ. ആക്ച്വലി ഇത്തവണത്തെ ഗിഫ്റ്റുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മോർ പേഴ്സണലൈസ്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയാണ് ആൾക്കാർക്ക് എന്തിഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തിഷ്ടമാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വാങ്ങിയ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതല്ല, പക്ഷേ അവർക്ക് എന്ത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആയിരുന്നു കൂടുതൽ പേരും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ഗിഫ്റ്റ്. എല്ലാവരുടെയും എക്സൈറ്റ്മെൻറ്റും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെ കറക്റ്റ് നമുക്ക് അവരുടെ ഫേസിൽ കാണാൻ പറ്റുമായിരുന്നു. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തൊരു സംഭവമായിരുന്നു ഈ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും എന്നുള്ളതിന്. സോ അമൽ ചേട്ടന് കിട്ടിയതും അങ്ങനത്തെ ഒരു കസ്റ്റമൈസ്ഡ് വണ്ണാണ്. ചേട്ടൻ്റെ പെന്നിൽ ചേട്ടൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ദേവികയ്ക്ക് കമ്മൽ, ഇയറിംഗ് ആയിരുന്നു മെയിനായിട്ട് കൊടുത്തിരുന്നത്. അല്ലാതെ തന്നെ ലാഫിംഗ് ബൂത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളുണ്ടല്ലോ, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കൂടെ ആ ഇയറിംഗ് എന്ന് പറയുന്നത് ആളെപ്പോഴും കളർ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സ് ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം ശാലിനി ചേച്ചി കിട്ടിയ ആ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുമെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ സ്വിച്ച് ബോർഡിനടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഹമി ഐശ്വര്യക്ക് ശരിക്കും അവർക്ക് ഫ്രണ്ട്സ് ആരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു. സോ ഐശ്വര്യ പറഞ്ഞ് ഏൽപ്പിച്ച ഗിഫ്റ്റാണ് വാങ്ങിയെന്നാണ് പറഞ്ഞത്. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഒരു ബ്ലഷ് ആയിരുന്നു എല്ലാവരുടെയും ഫേസിൽ. പിന്നെ കുറേ നേരം എടുത്തു ഗിഫ്റ്റ് എല്ലാവരും പൊട്ടിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ സിസേഴ്സൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ അതിസാഹസ്യമായി പെട്ടെന്ന് ഓപ്പൺ ചെയ്തു എല്ലാം. ഐശ്വര്യട്ട് ബാംഗിൾസാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പുള്ളിക്കാരി കയ്യിലൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഹർഷയ്ക്കായിരുന്നു എന്നെ കിട്ടിയിരുന്നത്. അവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്നൊക്കെ ആരൊക്കെയോ ഇങ്ങനെ റഫായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹർഷയുടെ മാത്രമേ അറിയാതെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മൈൻഡിലൊരു ഐഡിയ ഉണ്ടായിരുന്നു മേ ബി ഹർഷ ആയിരിക്കും എന്നുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് ചപ്പൽസ് ആയിരുന്നു. ബട്ട് എൻ്റെ സൈസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഫ്ലാറ്റ്സ് ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല. എപ്പോഴും ബാക്കിൽ കെട്ടുള്ള എനിക്കൊരു സപ്പോർട്ട് വേണം. പക്ഷേ ഫ്ലാറ്റ്സ് വാങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ മടിക്കുന്ന സംഭവമാണ്. പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാലിലിട്ടപ്പോഴൊക്കെ എല്ലാവരും നല്ലൊരു റിവ്യൂ ഒക്കെ പറഞ്ഞു. രസമുണ്ടാക്കാണ്. എനിക്ക് ഓൾറെഡി ഗിഫ്റ്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അശ്വിനിക്ക് ഞാൻ വാങ്ങിക്കൊടുത്തത് ആദിയോഗിയുടെ ഒരു പ്രതിമയായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ഒരു ശിവഭക്തിയാണ്. സോ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ആ പ്രതിമ എന്ന് പറയുന്നത്. പിന്നെ അശ്വിനിയുടെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വൃന്ദയായിരുന്നു. ഇന്നത്തെ സെലിബ്രേഷനെ പറ്റി 2 വാക്ക്. ഇന്നത്തെ സെലിബ്രേഷൻ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ആഘോഷിച്ചു.
എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി, എല്ലാവരും സന്തോഷമായിട്ടാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തോന്നി? സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാഫായിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയായിരുന്നു വലിയൊരു സ്പെഷ്യലാണ്. അത് സാറിനേക്കും നല്ല രീതിക്ക് നടന്നു. ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഗിഫ്റ്റ്സ് ഒക്കെ ഭയങ്കര പേഴ്സണലൈസ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാടായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന സ്റ്റാഫ്സ് ആയാലും ശരി, എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. ചേച്ചി പറയും ക്രിസ്മസ് സെലിബ്രേഷൻ കൂടുതലൊന്നും പറയില്ല, അടിപൊളി. എന്ത് പറയാം, ക്രിസ്മസ് സെലിബ്രേഷൻ എന്റെ പ്രാങ്ക് അടിപൊളിയായിട്ട് കൊളായുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇഷ്ടപ്പെട്ടു, ഹാപ്പി. മാം ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷനെ പറ്റി 2 ways. ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെയല്ല, ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷനെ പറ്റി എന്ത് പറയാം? എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ? ഇത്തവണ എന്താ സ്പെഷ്യൽ ആയിട്ട് കിട്ടി? നല്ല സെലിബ്രേഷൻ ആയിരുന്നു. നമ്മൾ കേക്ക് മുറിച്ചു, സാധിച്ചാൽ എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ല ഒരു ബൗളിൽ ഇങ്ങനെ കുറെ നേരം കേക്ക് കഴിച്ചു. പിന്നെ ബിരിയാണി ചെമ്പ് ബിരിയാണി നിറച്ച് നമ്മൾ ചിക്കനും മട്ടനൊക്കെ ഫ്രൈ ഉണ്ടായിരുന്നു. എല്ലാ വെറൈറ്റിയും നമ്മൾ ട്രൈ ചെയ്തു. ഒരുമിച്ച് അതിനുശേഷമാണ് ഇതുവരെ ഇല്ലാത്തൊരു പരിപാടി, ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്ന പരിപാടി. അത് എനിക്ക് കിട്ടി. സന്തുഷ്ടനാണ്. വളരെ നന്നായിരുന്നു. മനസ്സ് നിറഞ്ഞിരിക്കുവാണ്, വാക്കുകളില്ല. നല്ല ക്രിസ്മസ് ആയിരുന്നു. മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി. ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ് ഒരുമിച്ച് വരണം. റെഡി 1 2 3 മേരി ക്രിസ്മസ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ശരിക്കും റീലെടുക്കൽ സെറ്റപ്പാണ്. കുറേ കൈകാലം പിടിച്ചാണ് ഉമ്മമാർ ഒന്ന് ഇരുന്ന് തന്നത്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ രാത്രിയാവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം ഈ കോളേജിൽ ലൈറ്റിംഗ് കാണണം. എല്ലാ തവണത്തെയും കാട്ടി സ്പെഷ്യലായിരുന്നു ഇത്തവണ. നല്ല നല്ല ഭംഗിയുള്ള ലൈറ്റിങ്സ് ഉണ്ടായിരുന്നു, കുറേ അറേഞ്ച്മെൻറ്റ്. ഒരു സാൻറ്റ ഉണ്ടായിരുന്നു. ആ സാൻറ്റയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ അല്ലാതെ തന്നെ അത് ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. കുറേ ലൈറ്റിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയമായപ്പോഴത്തേനും അമലേട്ടനാണ് എൻ്റെ കൂടെ ഷൂട്ടിനൊക്കെ വന്നത്. പുള്ളിക്കാരൻ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു, നല്ലോണം എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ ഫുൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. സാൻഡയായാലും മാലാഗയായാലും ഫുൾ ഒരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു. രാവിലെ നമുക്കത് കാണാൻ പറ്റും, എന്നാൽ രാത്രി ലൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. നിറയെ ലൈറ്റിങ്സും. അതിന് മുമ്പേ നിന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഷോ കാണിച്ച് നടക്കുന്നു. ചേട്ടൻ ക്യാമറയും കൊണ്ടിട്ട് കൂടെ വരുന്നു. ആരെങ്കിലും എപ്പോഴും ഞാൻ വിചാരിക്കും ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്യാമറയും കൈ വെച്ച് എടുക്കുന്നതിനൊരു രസമില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും എടുത്ത് തന്നിരുന്നെങ്കിലും പറഞ്ഞ് ഞാൻ കൊതിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ക്യാമറമാനെ വഴി നിന്ന് കിട്ടിയത്. കുറേ നേരം ഞാൻ അവിടെ നിന്ന് തന്നെ കുറേ ഷോ കാണിച്ചു. സാൻറ്റിനെ ഷേക്കൻഡ് കൊടുക്കാനൊക്കെ ട്രൈ ചെയ്തു. ഇത് വീഡിയോഗ്രാഫറുടെ പ്രത്യേക ഐഡിയ ആണ്. അങ്ങനെ ഷൂട്ടൊക്കെ ഞങ്ങൾ ഏകദേശം അവസാനിപ്പിച്ചു. ഹായ് ഗായ്സ്, ദിസ് ഈസ് മൈ വീഡിയോഗ്രാഫർ അമൽ പി പ്രദീപ്. ദിസ് ഈസ് മൈ കോളേജ്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫൈനൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്. സോ ഞാൻ ലിറ്ററലി ഇവിടുത്തെ ഈവൻ എ ലിറ്റിൽ തിങ് പോലും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുപോലും മിസ് ചെയ്യാൻ തോന്നുന്നില്ല. ഇതുകൂടെ കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും. പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസിയാവും. സോ അങ്ങനെ ഞാനിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. ജസ്റ്റ് ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സൊക്കെ പറ്റുന്നിടത്തോളം ക്യാപ്ചർ ചെയ്തു. കുറേയൊക്കെ കിട്ടിയിട്ടില്ല, കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഐ എം റിയലി ഹാപ്പി, സോ ഹാപ്പി. സോ വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോഗ്രാഫർ വണ്ടി എടുക്കാൻ പോയിരിക്കണം ഗൈസ്. ഓക്കെ ബൈ, വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ അന്നത്തെ എൻ്റെ പരിപാടികൾക്ക് അവസാനിപ്പിച്ച് ഞാൻ വിജയകരമായി വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ, ഗുഡ് നൈറ്റ്.